ഓ വെള്ളം ഇല്ലാത്തപ്പോ ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഈ അഴുക്ക വെള്ളത്തിൽ ഇറങ്ങിയാ ചൊറി വരില്ലേ മക്കളെ? പോയിട്ട് ഇറങ്ങിയാ വെറുതെ ഇറങ്ങാം. അത് ഉണങ്ങി പോകും മക്കളെ, കുറച്ചുകൂടെ ഉണക്കാവുമ്പോ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോ ഉണങ്ങി പോകും ഈ വെള്ളമൊക്കെ. മീനെ പിടിച്ച് കവറിലാണോ ഇടണോ? തന്നെ മീൻ ഇങ്ങോട്ട് ഓടി വരൂ? പിടിക്കാൻ കിട്ടുമോ? അതെ ഇത് വെറുതെ ആവോ മീൻ്റെ ഐഡിയ? മോനെ ഇറങ്ങല്ലേ, മാറിക്കേ, ചെളി തെറിക്കും, മാറിക്കേ. മിയാൻ ചേട്ടൻ ഇങ്ങനെ മീൻ പിടിക്കും എന്നാണ് പറയുന്നത്. മിയാൻ ചേട്ടൻ വേണ്ട, അത് ചേട്ടൻ വന്നല്ലോ. പുളിയാ? ആ അത് മിക്കവാറും അവരെടുത്ത് കറിക്ക് അരച്ചിട്ടുണ്ട്. അപ്പൊ കാണാത്ത രീതിയിൽ എടുത്ത് ഉണക്കി അവര്, കാണാത്ത രീതിയിൽ. വേണ്ട, മിയാന്റെ ഐഡിയ ഉണ്ടാ, മീൻ പിടിക്കുന്ന പുതിയ ഐഡിയ. ഇറങ്ങല്ലേ, അതിലിറങ്ങല്ലേ, അഴുക്ക വെള്ളമാണ്. മക്കൾക്ക് അതിന് മീൻ പിടിക്കാൻ അറിയാമോ? അങ്ങനെ പൊക്കി എടുക്കുമ്പോഴാ അതൊക്കെ എവിടത്തെ പാട്ടടാ? പാട്ട് പുതിയ പാട്ടാണല്ലോ. രണ്ടാമത്തെ കഥ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറയട്ടെ. ഒരു ദിവസം ഞാൻ ആദ്യത്തെ വാങ്ങിട്ടേ പറയുന്നുള്ളേ. ആദ്യ ദിവസം മുയലും ആമയും കൂടി റൈസ് വെച്ചു. അതിൽ ആമ ജയിച്ച്. പിന്നീട് അടുത്ത മത്സരം എന്ന് വെച്ചാ മുയലിന് നാണക്കേട് തോന്നി മുയൽ വീണ്ടും ആമേന്റെ അടുത്ത് നിന്ന് വാങ്ങി, എടാ ആമേ നമുക്ക് ഒരു വട്ടോടെ ഓട്ട മത്സരം വെച്ചാലോ എന്ന്. അപ്പൊ ആമ വാങ്ങി, ഓ ശരി, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന്. അപ്പൊ മുയൽ ചോദിച്ച് കണ്ടീഷൻ എന്താന്ന്. അപ്പൊ ആമ പറഞ്ഞ് കണ്ടീഷൻ എവിടെ നിന്ന് എവിടം വരെയാണ് ഓടേണ്ടത് ഞാൻ തീരുമാനിക്കുമെന്ന്. അപ്പോഴും മുയൽ കുറച്ച് നേരം ആലോചിച്ചിട്ട് സമ്മതം പറഞ്ഞു. അങ്ങനെ നാളെ അവരെല്ലാവരും കൂടെ ഓട്ടം തുടങ്ങുന്നിടത്തെത്തി. എന്നിട്ട് ഓട്ടം തുടങ്ങി. മുയലാണെങ്കിൽ ഉറങ്ങാതെ നല്ല സ്പീഡിൽ ഓടുന്നു, ആമയാണെങ്കിൽ പതുക്കെ ഇണങ്ങി ഓടുന്നേ. മുയലാണെങ്കിൽ കുറച്ച് ദൂരം എത്തിയതാ ഒരു പുഴ. മുയലിന് നീന്താൻ അറിഞ്ഞൂടല്ല. അങ്ങനെ മുയൽ കുറേ നേരം ഓടി. ആമ അവിടെ എത്തിയിട്ട് അത് നീന്തി കടന്നു പോയി ജയിച്ച്. ഇതാണ് കഥ. ഇതാണ് പുതിയത്.